നമ്മൾ ഒരു ടി വി ന്യൂസ് വെച്ചാൽ രാവിലെ നമ്മൾ വയ്ക്കുമ്പോൾ നമ്മൾ കേൾക്കുന്നത് തന്നെ 1-2 കൊലപാതകങ്ങളോ മരണങ്ങളാണ്, അല്ലെങ്കിൽ കൊച്ചു കുട്ടികളെ പീഡിപ്പിച്ച വാർത്തകളാണ് കേൾക്കുക. പത്രം വായിക്കുമ്പോഴും പത്രത്തിൻ്റെ പ്രധാന വാർത്താ പേജുകളിൽ മുഴുവൻ ഇതിനെപ്പറ്റിയാണ് പറയുന്നത്. ഇതൊരു പക്ഷേ ഇന്നലെ ഉണ്ടായിരുന്നിരിക്കാം, മിനിയാന്നും ഉണ്ടായിരുന്നിരിക്കാം, കുറേ കാലഘട്ടമായിട്ട് ചിലപ്പോൾ ഇതെല്ലാം നടന്നിട്ടുണ്ടായിരുന്നിരിക്കാം. പക്ഷേ ഇന്ന് ന്യൂസുകളിൽ ഒരുപക്ഷെ കൂടുതൽ പ്രാധാന്യത്തോടെ വരുന്നത്, അല്ലെങ്കിൽ ജനത്തിന് കൂടുതൽ വായിക്കാൻ ഇഷ്ടമുള്ളത് എന്നുള്ളത് കൊണ്ട് കാണുന്നത് ഇത്തരം ന്യൂസുകളാണ് തോന്നുന്നു. നമ്മൾ ഒരു ന്യൂസുകളിലും നല്ല കാര്യങ്ങളെപ്പറ്റി അല്ലെങ്കിൽ നല്ല അവസ്ഥകളെ പറ്റിയുള്ള ന്യൂസുകൾ വളരെ കുറച്ച് മാത്രമേ കാണുന്നുള്ളൂ. കാരണം നല്ല ന്യൂസുകൾ വായിക്കാനോ കേൾക്കാനോ ഇന്ന് ആർക്കും ഒട്ടും താല്പര്യമില്ല. എല്ലാവർക്കും മോശമായിട്ടുള്ള കാര്യങ്ങൾ കാണാനും കേൾക്കാനും മറ്റുള്ളവരുടെ ദൂഷ്യങ്ങൾ കാണാനുമാണ് കൂടുതൽ താല്പര്യം. ഇതൊക്കെ ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു ഈ സമൂഹത്തെ ഒരു പരിധിക്കപ്പുറേക്ക് സ്വാധീനിക്കുന്നുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ശുഭ പറഞ്ഞ പോലെ ഇവിടെ ജനിക്കുന്ന ഒരു കുട്ടിയും, ഈ ഭൂമിയിൽ ജനിക്കുന്ന ഒരു കുട്ടിയും ഒരു ക്രിമിനലായിട്ടല്ല, ഒരു ദോഷവുമായിട്ട് ജനിക്കുന്നില്ല. ആ കുട്ടി ഭൂമിയിൽ ജനിക്കുന്ന സമയത്ത് നമുക്കറിയാം എത്ര നിഷ്കളങ്കരാണ് അവർ, എത്ര നല്ല ഈശ്വരന് തുല്യമായിട്ടുള്ള മനസ്സാണല്ലോ അവർക്ക്. കാരണം അവരുടെ ചിരി കാണുമ്പോൾ, അവരുടെ കളി കാണുമ്പോൾ, അവർക്ക് ചുറ്റും നടക്കുന്ന ദോഷങ്ങളെ പറ്റിയോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മനസ്സിലെ ദുശ്ചിന്തയെ പറ്റിയോ ഒന്നും ഇവർക്ക് മനസ്സിലാവുക തന്നെയില്ല. ഇവർക്ക് എന്ന് തൊട്ടാണിത് മനസ്സിലായി തുടങ്ങുക? ഇവർക്ക് മനസ്സിലാവുന്നത് ഇവരെ എന്ത് കാണുന്നു എന്നുള്ളതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ്. ഈ അച്ഛനും അമ്മയും കുടുംബത്തെ എങ്ങനെ പെരുമാറുന്നു എന്നുള്ളത് ഈ കുട്ടി ആദ്യം കാണുന്നു. അമ്മ എങ്ങനെ പെരുമാറുന്നു, അച്ഛനെങ്ങനെ പെരുമാറുന്നു, മറ്റുള്ളവരോട് എങ്ങനെയാണ് ഇവർ ബിഹേവ് ചെയ്യുന്നത്, ഇവർ തന്നെ കുടുംബത്തെ എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത്, ഇവർ കുട്ടിയോട് എങ്ങനെയാണ് പെരുമാറുന്നത്. ഇത് സ്വാഭാവികമായിട്ടും ഏറ്റവും ചെറിയ കുട്ടിയെ ഏറ്റവും ചെറുതായിട്ട് സ്വാധീനിച്ച് വരികയാണ്. ഒരു സമയം കഴിയുമ്പോൾ ഈ കുട്ടി കാണുന്നത് അല്ലെങ്കിൽ പരിചയപ്പെടുന്നത് ഏത് തരത്തിലുള്ള ആളുകളോട്ടാണ്. ഒരു 5 വയസ്സാവുന്ന സമയത്ത് ഈ കുട്ടികൾ കളിക്കാൻ പോകുമ്പോൾ ആ കളിക്കുന്ന കൂടെ നിൽക്കുന്നവർ ഏതെല്ലാം സാഹചര്യത്തിൽ നിന്ന് വന്നവരാണ്, അവരുടെ കുടുംബങ്ങളിലും കണ്ട കാഴ്ചകളെപ്പറ്റി ഇവർ എങ്ങനെയാണ് ഈ കുട്ടിയോട് വർണ്ണിക്കുന്നത് അഭിമാനത്തോടെ. കാരണം അച്ഛനും അമ്മയും മറ്റുള്ളവരോട് ദോഷമായി പെരുമാറുന്നത് കാണുന്നുണ്ടെങ്കിൽ അത് കുട്ടികളോട് പറയുന്നത് ഇങ്ങനെയേ ചെയ്യാവുള്ളൂ എന്ന് ആ കുട്ടികളെ പഠിപ്പിക്കുന്നു. ആ കുട്ടികളുടെ കൂടെ കൂടുന്ന കുട്ടികളെ ഇവർ പറഞ്ഞ് മനസ്സിലാക്കുന്നു. പതുക്കെ ഓരോ കുട്ടികളിലേക്കും വിഷം ചേർന്ന് വരികയാണ്.